നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നു മാറി ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ദാമോദരനും ഭാര്യ ദേവിയും താമസിക്കുന്നത്. അവർക്ക് 5 പെൺമക്കളാണ്. ഓടുമേഞ്ഞ മഴ പെയ്താൽ ചോരുന്ന ഒരു കൊച്ചു വീട്. കൂലിപ്പണിക്കാരനായ ദാമോദരൻ രാവിലെ 6 മണിക്ക് പണിക്കിറങ്ങും. ദേവി അടുത്തുള്ള ഒരു വീട്ടിൽ ജോലിക്ക് പോകും. അവർക്ക് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ടാണ് ഈ 5 പെൺമക്കളും വളരുന്നത്. പട്ടിണിയും പരിവട്ടവും ഉണ്ടെങ്കിലും ആ വീടിനെ നിലനിർത്തുന്നത് ആ 5 പെൺമക്കളുടെ ചിരിയായിരുന്നു. മൂത്ത മകൾ മീനുവിന് പ്രായം 30 കഴിഞ്ഞു. നല്ല സ്വഭാവമാണ്. പക്ഷേ അവളുടെ വിവാഹം ഇതുവരെ നടന്നിട്ടില്ല. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛനെ സഹായിക്കാൻ അവൾ അടുത്തുള്ള ഒരു തയ്യൽക്കടയിൽ ജോലിക്ക് പോയി തുടങ്ങി. ബാക്കിയുള്ള 4 പേരും പഠിക്കുകയാണ്. തൻ്റെ അനിയത്തിമാർ നല്ല നിലയിലെത്തണമെന്നും അവർക്ക് നല്ല വസ്ത്രങ്ങളും ഭക്ഷണവും കിട്ടണമെന്നും കരുതി അവൾ സ്വന്തം ആഗ്രഹങ്ങൾ എല്ലാം മാറ്റിവെച്ചു. ദാമോദരൻ പണി കഴിഞ്ഞു വരുമ്പോൾ വഴിയിൽ വെച്ച് നാട്ടുകാർ ചോദിക്കും, എന്താ ദാമോദര, മൂത്തവൾക്ക് 30 കഴിഞ്ഞല്ലോ, ഒന്നിനെയും കെട്ടിച്ചു വിടുന്നില്ലേ? ഈ ചോദ്യങ്ങൾ ദാമോദരന്റെ നെഞ്ചിൽ കനലായി എരിഞ്ഞു. 5 പെൺമക്കളെയും വിവാഹം കഴിച്ചയക്കാൻ ആവശ്യമായ സ്വർണമോ പണമോ തൻ്റെ പക്കലില്ലല്ലോ എന്നോർത്ത് അയാൾ രാത്രിയിൽ ഉറങ്ങാതെയിരുന്നു. ദേവി തനിക്ക് പുതിയൊരു ഡ്രസ്സ് വാങ്ങാതെ മക്കൾക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ പണം കരുതി വെച്ചു. മീനുവിന് ഒരു വിവാഹാലോചന വന്നു. ചെറുക്കൻ വീട്ടുകാർക്ക് പെണ്ണിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അവർ ചോദിച്ച സ്ത്രീധനം കേട്ടപ്പോൾ ദാമോദരൻ തകർന്നു പോയി. അത്രയും പണം കണ്ടെത്താൻ ആ വീട് വിറ്റാൽ പോലും കഴിയില്ലായിരുന്നു. അച്ഛാ, എനിക്കിപ്പോൾ കല്യാണം വേണ്ട, അനിയത്തിമാർ പഠിച്ചു വലുതാകട്ടെ എന്ന് പറഞ്ഞ് അച്ഛനെ ആശ്വസിപ്പിച്ചു. അവളുടെ കണ്ണീർ ആരും കാണാതിരിക്കാൻ അവൾ അടുക്കളയിലേക്ക് ഓടിമറഞ്ഞു. ആ വൈകുന്നേരം ആ വീടിൻ്റെ ഉമ്മറത്ത് ഒരു വല്ലാത്ത നിശബ്ദതയായിരുന്നു. എന്നും കൃത്യസമയത്തെത്തുന്ന ദേവി വരാൻ വൈകിയപ്പോൾ എല്ലാവർക്കും ആദിയായി. ദൂരെ നിന്ന് അമ്മ വരുന്നത് കണ്ടപ്പോൾ തന്നെ എന്തോ ആപത്ത് പറ്റിയെന്ന് മീനുവിന് തോന്നി. അമ്മയുടെ മുഖത്ത് വല്ലാത്തൊരു പേടി. അമ്മേ, ഇതെന്തു പറ്റി? നെറ്റിയിൽ ഇത്ര വലിയ മുറിവോ? എങ്ങനെയാ ഇത് സംഭവിച്ചത്? അമ്മയുടെ തലയിലെ ആ വലിയ കെട്ട് കണ്ട് മീനു വിഷമത്തോടെ ഓടി വന്നു. അതൊന്നുമില്ല മോളെ, ഇന്ന് ജോലിക്ക് പോയ വീട്ടിൽ തറ തുടയ്ക്കുകയായിരുന്നു. വല്ലാതെ തെന്നിപ്പോയി. വീണപ്പോൾ അവിടുത്തെ മേശയുടെ മൂലയിൽ തട്ടിയതാ. ചെറിയൊരു പോറലേയുള്ളൂ. മീനു മുറിവ് പരിശോധിച്ചു. അത് വായ തുറന്നു നിൽക്കുന്ന വലിയൊരു മുറിവായിരുന്നു. വീണാൽ ഇത്രയും ആഴത്തിൽ മുറിവുണ്ടാവില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അമ്മ കള്ളം പറയുകയാണ്. ഒന്ന് വീണാൽ ഇത്രയും വലിയ മുറിവുണ്ടാകുമോ? ചോര നിൽക്കുന്നില്ലല്ലോ അമ്മേ. അവിടുത്തെ വീട്ടുകാർ ആരെങ്കിലും വല്ലതും പറഞ്ഞോ? അവര് അമ്മയെ... പെട്ടെന്ന് ദേവി മീനുവിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, അല്ല മോളെ, നീ വെറുതെ ഓരോന്ന് സങ്കല്പിക്കണ്ട. അവർ പാവം വീട്ടുകാരാണ്. എനിക്ക് പറ്റിയ അബദ്ധമാ. നീ പോയി കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തുകൊണ്ട് വാ, ഇത് പെട്ടെന്ന് മാറിക്കോളും. അമ്മയുടെ വാക്കുകളിൽ വല്ലാത്തൊരു വിറയലുണ്ടായിരുന്നു. മുറിവ് കാണിച്ചു കൊടുക്കാതിരിക്കാൻ അമ്മ പാടുപെടുകയായിരുന്നു. അമ്മ എന്തോ വലിയ കാര്യം തങ്ങളിൽ നിന്നും മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മീനുവിന് തോന്നി. ആ വലിയ വീട്ടിലെ ഇരുളടഞ്ഞ ഏതെങ്കിലും സത്യമാണോ അമ്മയെ ഇങ്ങനെ ആക്കിയത്? മീനുവിൻ്റെ ഉള്ളിൽ ആ സംശയം ഒരു തീക്കനാലായി എരിയാൻ തുടങ്ങി. അമ്മയുടെ മുറിവ് കെട്ടുമ്പോൾ മീനുവിൻ്റെ ഉള്ളിൽ പഴയ കാര്യങ്ങൾ ഒന്നൊന്നായി തെളിഞ്ഞു വന്നു. ഈ അടുത്ത കാലം വരെ അമ്മ മറ്റൊരു വീട്ടിലായിരുന്നു ജോലിക്ക് പോയിരുന്നത്. അവിടുത്തെ വീട്ടുകാർക്ക് അമ്മയെ വലിയ കാര്യമായിരുന്നു. വർഷങ്ങളായി ആ വീടിൻ്റെ മുറ്റവും പറമ്പും വൃത്തിയാക്കുന്നത് അമ്മയാണ്. അവർ കൊടുക്കുന്ന ശമ്പളം കുറവാണെങ്കിലും സ്നേഹത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല. വല്ലപ്പോഴും മക്കൾക്ക് മധുരപലഹാരങ്ങളും പഴയ തുണികളും ഒക്കെ അവർ സന്തോഷത്തോടെ നൽകുമായിരുന്നു. അമ്മയ്ക്ക് ആ വീട് സ്വന്തം വീട് പോലെയായിരുന്നു. പക്ഷേ 5 പെൺമക്കളുടെ ഭാവി ഓർക്കുമ്പോൾ ആ ചെറിയ ശമ്പളം കൊണ്ട് ഒന്നും നടക്കില്ലെന്ന് അവർക്കറിയാമായിരുന്നു. അപ്പോഴാണ് അയൽപ്പക്കത്തെ ആരോ പറഞ്ഞത്, പുതിയൊരു വീട്ടിൽ ജോലിക്ക് പോയാൽ ഇതിൻ്റെ ഇരട്ടി ശമ്പളം കിട്ടുമെന്ന്. ആദ്യം അമ്മ വിസമ്മതിച്ചു. സ്നേഹമുള്ള ആ വീട്ടുകാരെ വിട്ടുപോകാൻ അമ്മയുടെ മനസ്സനുവദിച്ചില്ല. പക്ഷേ മൂത്ത മകളുടെ വിവാഹവും അനിയത്തിമാരുടെ പഠനവും ഓർത്തപ്പോൾ അമ്മ ആ കഠിനമായ തീരുമാനമെടുത്തു. പഴയ വീട്ടിൽ നിന്നും പടിയിറങ്ങുമ്പോൾ അമ്മ ഒരുപാട് കരഞ്ഞിരുന്നു. സമാധാനത്തേക്കാൾ പണത്തിന് വില കൊടുക്കേണ്ടി വന്നല്ലോ എന്ന ആത്മഗതം മീനു അന്ന് കേട്ടതാണ്. കൂടുതൽ ശമ്പളം തരാമെന്ന് പറഞ്ഞത് അമ്മയെ ഇങ്ങനെ ഉപദ്രവിക്കാനാണോ? പഴയ വീട്ടിൽ ഇതിലും കുറഞ്ഞ ശമ്പളമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അമ്മ അവിടെ സുരക്ഷിതയായിരുന്നു. അമ്മ ഒന്നും മിണ്ടുന്നില്ലെങ്കിലും ആ മുറിവ് പലതും പറയുന്നുണ്ടായിരുന്നു.
കൂലിപ്പണിക്കാരനായ അച്ഛൻ്റെയും 5 പെൺമക്കളുടെയും വിശപ്പടക്കാൻ അമ്മ സഹിക്കുന്നത് എന്താണെന്ന് മീനുവിന് ഏകദേശം ഉറപ്പായി. പക്ഷേ ആ സത്യം അമ്മയുടെ നാവിൽ നിന്നും കേൾക്കാൻ അവൾ തീരുമാനിച്ചു. ആ രാത്രി ആ വീട്ടിൽ ആരും ഉറങ്ങിയില്ല. നേരം പുലരുന്നതേയുള്ളൂ. മുറ്റത്തെ കിണ്ടിയിൽ നിന്നും വെള്ളമെടുത്ത് മുഖം കഴുകാൻ ശ്രമിക്കുന്ന ദേവി തലകറങ്ങി തൂണിൽ പിടിച്ചു നിന്നു. മീനു ഓടിച്ചെന്ന് അവരെ താങ്ങി നിർത്തി. അമ്മയുടെ നില അത്ര ശരിയല്ലെന്ന് മീനുവിന് മനസ്സിലായി. നെറ്റിയിലെ മുറിവ് നീര് വച്ചിരിക്കുന്നു, കൂടെ കടുത്ത പനിയും. എന്നിട്ടും ആ പാവം ആ അവസ്ഥയിലും ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഒരു ദിവസം മുടങ്ങിയാൽ അത്രയും കാശ് കുറയുമല്ലോ എന്ന ചിന്തയായിരുന്നു അമ്മയ്ക്ക്. അമ്മേ, ഈ പനിയുമായി അമ്മ എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ അച്ഛനോട് പറയാം ഇന്ന് അമ്മയ്ക്ക് സുഖമില്ലെന്ന്. അത് വേണ്ട മോളെ, അച്ഛൻ അറിഞ്ഞാൽ വിഷമിക്കും. പുതിയ വീടല്ലേ, അവിടെ കുറേ പണികളുണ്ട്. ഞാൻ പതുക്കെ ചെന്ന് ചെയ്താൽ മതി. വേണ്ട അമ്മേ, അമ്മ ഇന്ന് ഇവിടെ വിശ്രമിക്ക്. പകരം ഇന്ന് ഞാൻ അങ്ങോട്ട് പോകാം. അമ്മ അവിടെ ചെയ്യുന്ന പണികൾ എനിക്കും അറിയാവുന്നത് തന്നെയല്ലേ. ഞാൻ പോയി ചെയ്തോളാം. മീനുവിൻ്റെ വാക്കുകൾ കേട്ടതും അമ്മ ഞെട്ടിപ്പോയി. അവർ മകളെ കടുപ്പത്തിലൊന്ന് നോക്കി. അത് വേണ്ട, നീ അങ്ങോട്ട് പോകണ്ട. നിന്നെ ഞാൻ അങ്ങോട്ട് അയക്കില്ല. ഞാൻ തന്നെ പോയിക്കോളാം. അതെന്താ അമ്മേ, എനിക്ക് പണി ചെയ്യാൻ അറിയില്ലെന്നാണോ? അതോ ഞാൻ പുറത്ത് പണിക്ക് പോകുന്നത് അച്ഛനറിഞ്ഞാൽ വഴക്കു പറയുമെന്നാണോ? ഈ അവസ്ഥയിൽ അമ്മ പോകുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് അമ്മ കൂടുതലൊന്നും പറയണ്ട. അമ്മ എത്ര തടഞ്ഞിട്ടും മീനു കേട്ടില്ല. അവിടുത്തെ വീട്ടുകാരെക്കുറിച്ചോ ആ വീടിനെക്കുറിച്ചോ മീനുവിൻ്റെ ഉള്ളിൽ മറ്റൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്കൊരു ആശ്വാസം നൽകണം എന്ന ചിന്ത മാത്രമായിരുന്നു അവൾക്ക്. തൻ്റെ മകൾ മറ്റൊരാളുടെ വീട്ടിൽ പണിക്ക് പോകുന്നത് കാണാനുള്ള ഒരമ്മയുടെ വിഷമം മാത്രമാണ് ദേവിയുടെ എതിർപ്പിന് പിന്നിലെന്ന് മീനു കരുതി. അമ്മയുടെ കണ്ണിലെ വേവലാതി ശ്രദ്ധിക്കാതെ വേഗം തയ്യാറായി പടിയിറങ്ങി. ദേവി നിസ്സഹായയായി വാതിൽക്കൽ നോക്കി നിന്നു. മീനു ആ വലിയ വീടിന്റെ മുന്നിൽ നിന്നു. ഗ്രാമത്തിലെ ഒരു കൊട്ടാരം പോലെയായിരുന്നു ആ വീട്. മഹാലക്ഷ്മി നിലയം എന്ന് കൊത്തിവെച്ച ആ വലിയ വീടിന് ഒരു പ്രത്യേക ഗാംഭീര്യമുണ്ടായിരുന്നു. മുറ്റം നിറയെ വില കൂടിയ ചെടികളും പൂക്കളും, വലിയ തേക്ക് തടിയിൽ തീർത്ത വാതിലുകളും, വരാന്തയിലെ വലിയ തൂണുകളും ആ വീടിന്റെ ഐശ്വര്യം വിളിച്ചോതുന്നു. പക്ഷേ ഇത്രയും വലിയ വീടായിട്ടും അവിടെ പക്ഷികളുടെ കരച്ചിൽ പോലും കേൾക്കാനില്ലാത്ത ഒരു വല്ലാത്ത നിശബ്ദത തളം കെട്ടി നിന്നിരുന്നു. മീനു പേടിയോടെ പൂമുഖത്തെ പടികൾ കയറി. പെട്ടെന്ന് വീടിനുള്ളിൽ നിന്ന് ഭയാനകമായ ഒരു നിലവിളി ഉയർന്നു. അവൾ ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി. ഭയം കൊണ്ട് അവളുടെ കൈകൾ വിറച്ചു. തിരിച്ചോടിയാലോ എന്ന് അവൾ ആലോചിച്ചപ്പോഴേക്കും അവളുടെ കൺമുന്നിൽ അത് സംഭവിച്ചു. വീടിനുള്ളിലെ മുറിയിൽ നിന്ന് ഒരു ചായക്കപ്പ് അവളുടെ തൊട്ടുമുന്നിലേക്ക് പറന്നു വരുന്നു. തറയിൽ തട്ടി അത് 1000 കഷണങ്ങളായി പൊട്ടിച്ചിതറി. ചൂടുള്ള ചായ അവളുടെ കാലിലേക്ക് തെറിച്ചു. അവൾ പേടിച്ച് വായ പൊത്തി പിന്നോട്ട് മാറി. അവൾ ഞെട്ടലോടെ തലയുയർത്തി നോക്കി. ആ മുറിയുടെ വാതിൽക്കൽ നിൽക്കുന്നു അയാൾ, ആ വീടിന്റെ അവകാശി. പാറിപ്പറന്ന മുടിയും ചുവന്നു തുടുത്ത കണ്ണുകളുമായി അയാൾ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കാതെ എന്തോ വലിയ നഷ്ടം സംഭവിച്ചതിനെ പോലെ അയാൾ ആ നിൽപ്പ് നിൽക്കുമ്പോൾ അവിടെ പുതിയൊരു മുഖം കണ്ടതും അയാളുടെ നോട്ടം മീനുവിൽ തറഞ്ഞു. ഒരു നിമിഷം കാലം നിശ്ചലമായതുപോലെ അവരുടെ കണ്ണുകൾ തമ്മിൽ കോർത്തു. അയാൾ അവളെ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു. ആ കണ്ണുകളിൽ ദേഷ്യമാണോ അതോ ആരും കാണാത്ത എന്തോ ഒരു വേദനയാണോ എന്ന് തിരിച്ചറിയാൻ മീനുവിന് കഴിഞ്ഞില്ല. താൻ കാണുന്നത് ഒരു മനുഷ്യനെയോ അതോ ഒരു ഭ്രാന്തനെയോ എന്ന ഭയത്തിൽ മീനു ശ്വാസമടക്കി നിന്നുപോയി. അവളുടെ ജീവിതം മാറിമറിയാൻ പോകുന്നത് ഈ നിമിഷം മുതലാണെന്ന് അവൾ അറിഞ്ഞില്ല. അവൻ്റെ ദേഷ്യം അനിയന്ത്രിതമായിരുന്നു. പക്ഷേ ആ വീട്ടിലെ ജോലിക്കാർ അവനെ ബലമായി പിടിച്ചു മുറിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചു. അവർ അവനെ വലിച്ചു കൊണ്ടു പോകുമ്പോഴും യദുവിൻ്റെ കണ്ണുകൾ മീനുവിൽ നിന്ന് മാറിയില്ല. എന്തിനാണ് അയാൾ തന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് മീനുവിന് മനസ്സിലായില്ല. ആ നോട്ടത്തിൽ ദേഷ്യമായിരുന്നില്ല, മറ്റാരോടും പറയാത്ത എന്തോ ഒരു നിഗൂഢത ഒളിഞ്ഞിരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. മീനു പേടിയോടെ ആകെ തളർന്നു നിൽക്കുമ്പോൾ ഐശ്വര്യവതിയായ ഒരു സ്ത്രീ അവളുടെ അടുത്തേക്ക് വന്നു. യശോദാമ്മ. അവർ മീനുവിൻ്റെ അരികെ വന്ന് വാത്സല്യത്തോടെ തോളിൽ കൈവച്ചു. മോളെ, പേടിച്ചു പോയോ? സാരമില്ല, ഇനി ബാ. യശോദാമ്മ വിഷമത്തോടെ അടഞ്ഞു കിടക്കുന്ന യദുവിന്റെ മുറിയിലേക്ക് നോക്കി ഒരു ദീർഘനിശ്വാസം വിട്ടു. അവരുടെ കണ്ണുകളിൽ
ഒരു വലിയ സങ്കടം മീനുവിന് കാണാമായിരുന്നു. മോളേതാ? ഇവിടെ മുൻപ് കണ്ടിട്ടില്ലല്ലോ. ആരാണ് ഇങ്ങോട്ട് അയച്ചത്? ഇത് കേട്ട് മീനു വിനയത്തോടെ പറഞ്ഞു, അമ്മേ, ഞാൻ ദേവിയുടെ മകളാണ് മീനു. അമ്മയ്ക്ക് ഇന്ന് കടുത്ത പനിയും തലവേദനയും, അതുകൊണ്ട് എണീക്കാൻ വയ്യ. അമ്മ വരാൻ നിർബന്ധം പിടിച്ചതാ. പക്ഷേ ഈ അവസ്ഥയിൽ വേണ്ട എന്ന് കരുതി ഞാൻ വന്നതാണ്. മീനുവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ യശോദാമ്മയുടെ മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. അവർ മീനുവിനെ അടിമുടി ഒന്നുകൂടി നോക്കി. ദേവിയുടെ മകളാണോ? മോൾക്ക് നല്ല മനസ്സാണല്ലോ. മോളെ, അവനത് മനഃപൂർവ്വം ചെയ്തതല്ല, ഒന്നും അറിയാതെ ചെയ്തു പോയതാ. മീനു ഒന്നും മനസ്സിലാകാതെ യശോദാമ്മയെ നോക്കി. മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് എന്താണ് അമ്മ അങ്ങനെ പറഞ്ഞത്? എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പേ യശോദാമ്മ വിഷമത്തോടെ തിരിഞ്ഞു നടന്നിരുന്നു. യശോദാമ്മയുടെ വാക്കുകൾ മീനുവിന്റെ മനസ്സിൽ വലിയൊരു ചോദ്യം അവശേഷിപ്പിച്ചു. ചായക്കപ്പ് എറിഞ്ഞതും ആളുകൾ ബലമായി പിടിച്ചുകൊണ്ടു പോയതും എല്ലാം ഓർക്കുമ്പോൾ അവളുടെ ഉള്ളിൽ ചെറിയൊരു ഭയം മുട്ടിട്ടു. എങ്കിലും യശോദാമ്മയുടെ സ്നേഹനിർഭരമായ പെരുമാറ്റം അവൾക്ക് അവിടെ നിൽക്കാൻ ധൈര്യം നൽകി. കൈകൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും മീനുവിന്റെ മനസ്സ് കലുഷിതമായിരുന്നു. യശോദാമ്മ പറഞ്ഞ വാക്കുകൾ ഓരോന്നായി അവളുടെ ഉള്ളിൽ വന്ന് തറച്ചു. യദു അറിയാതെ ചെയ്തതാണ്, ക്ഷമിക്കണമെന്ന് അവർ പറഞ്ഞത് എന്തിനായിരിക്കും? തൻ്റെ അമ്മയുടെ നെറ്റിയിലെ ആ വലിയ മുറിവ് സത്യത്തിൽ എങ്ങനെയാണ് ഉണ്ടായത്? വീണതാണെന്ന് അമ്മ പറഞ്ഞത് കള്ളമാണോ? ആ മുറിയുടെ ഉള്ളിൽ നിന്നുയർന്ന ആ നിലവിളി, തന്നെ ലക്ഷ്യം വെച്ച് വന്ന ആ ചായക്കപ്പ്, മീനുവിൻ്റെ ഉള്ളിൽ ഭയത്തിൻ്റെ വിത്തുകൾ പാകി. തറ തുടയ്ക്കുന്നതിനിടയിൽ മീനുവിൻ്റെ വേഗത കുറഞ്ഞു. അവൾ തളർന്നു നിലത്തിരുന്നു. അമ്മയുടെ മുഖം അവളുടെ മനസ്സിലേക്ക് വന്നു. എൻ്റെ അമ്മ ഈ പനിയും വെച്ച് എന്തിനാണ് ഇങ്ങോട്ട് വരാൻ നിർബന്ധം പിടിച്ചത്? ഇത്രയും പേടിപ്പെടുത്തുന്ന ഈ വീട്ടിൽ അമ്മ എങ്ങനെയാണ് ഒറ്റയ്ക്ക് ജോലി ചെയ്തത്? അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അയാൾ അമ്മയെ ഉപദ്രവിച്ചിട്ടുണ്ടോ? എല്ലാം ഞങ്ങൾക്ക് വേണ്ടിയല്ലേ? 5 പെൺമക്കളുടെ വിശപ്പടക്കാൻ ആ പാവം ഇത്രയും വേദന സഹിക്കുന്നുണ്ടായിരുന്നോ? അമ്മയുടെ നെറ്റിയിലെ മുറിവിൽ നിന്നും രക്തം വരുന്നത് ഓർക്കുമ്പോൾ മീനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. തറയിൽ വീണ തൻ്റെ കണ്ണുനീർ തുള്ളികൾ അവൾ സാരിത്തുമ്പ് കൊണ്ട് വേഗം തുടച്ചു. ആരും കാണാതിരിക്കാൻ അവൾ മുഖം കുനിച്ചു. ദാരിദ്ര്യം എത്ര വലിയ കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുന്നതെന്ന് മീനു തിരിച്ചറിയുകയായിരുന്നു. ഒരു വശത്ത് താൻ കണ്ട ആ യുവാവിൻ്റെ ദേഷ്യവും, മറുവശത്ത് അമ്മയുടെ ചോരകിനിയുന്ന മുറിവും. പണത്തിനേക്കാൾ വലിയ ആപത്ത് ആ വീട്ടിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവൾക്ക് തോന്നിത്തുടങ്ങി. മീനു ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. അമ്മ ദേവി പനിച്ചു കിടക്കുകയാണ്. മീനു അമ്മയുടെ അരികിലിരുന്ന് നെറ്റിയിലെ മുറിവിലേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ കനൽ പോലെ ജ്വലിക്കുന്നുണ്ടായിരുന്നു. അവൾ ഗൗരവത്തോടെ ചോദിച്ചു, അമ്മ, ഇനി എന്നോട് കള്ളം പറയണ്ട. തറയിൽ വീണതല്ലല്ലോ ഈ മുറിവ്. ഇന്ന് ഞാൻ ആ വീട്ടിൽ ജോലിക്ക് പോയപ്പോൾ അവിടെ നടന്നതൊക്കെ ഞാൻ നേരിട്ട് കണ്ടു. ആ മുറിക്കുള്ളിൽ പൂട്ടിയിരിക്കുന്ന ആൾ ആരാണെന്നും അയാൾക്ക് എന്താ പറ്റിയതെന്നും എനിക്കറിയണം. അയാൾ തന്നെയാണോ അമ്മ ഇങ്ങനെയാക്കിയത്? ദേവി വിറയ്ക്കുന്ന കൈകളോടെ എഴുന്നേറ്റിരുന്നു. മകളുടെ ചോദ്യത്തിന് മുന്നിൽ കൂടുതൽ ഒളിക്കാൻ കഴിയില്ലെന്ന് അവർക്ക് മനസ്സിലായി. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. മോളെ, യദുക്കുട്ടൻ അവൻ മനഃപൂർവ്വം ചെയ്തതല്ല. ഇന്നലെ അവൻ്റെ മുറി വൃത്തിയാക്കുന്നതിനിടയിൽ ആ പഴയ വയലിൻ ഞാനെടുത്ത് അപ്പുറത്തേക്ക് മാറ്റിവെച്ചു. അത് കണ്ടതും അവന് വല്ലാത്ത ദേഷ്യം വന്നു. കയ്യിൽ കിട്ടിയ എന്തോ എടുത്ത് എറിഞ്ഞതാ. അത് എൻ്റെ തലയിൽ കൊണ്ട് മുറിഞ്ഞു. പക്ഷേ അതൊന്നും സാരമില്ല മോളെ, അവനൊരു പാവമാ. മീനുവിന് ഇത് കേട്ട് ദേഷ്യമാണ് വന്നത്. പാവമോ? അമ്മയുടെ തല പൊളിച്ചത് പാവമാണോ? എന്താ അയാൾക്ക് പറ്റിയത്? അയാൾക്ക് ഭ്രാന്താണോ? ഭ്രാന്തല്ല മോളെ. വർഷങ്ങൾക്ക് മുൻപ് യദുക്കുട്ടനും അവൻ്റെ അച്ഛനും കൂടി ഒരു റെയിൽവേ ക്രോസ് മുറിച്ച് കടക്കുകയായിരുന്നു. പെട്ടെന്നാണ് ട്രെയിൻ വന്നത്. മകനെ രക്ഷിക്കാൻ വേണ്ടി അച്ഛൻ അവനെ ദൂരേക്ക് തള്ളി മാറ്റി. ആ അച്ഛൻ അവിടെ തന്നെ തീർന്നുപോയി. സ്വന്തം കൺമുന്നിൽ അച്ഛൻ ചിതറിപ്പോകുന്നത് കാണേണ്ടി വന്ന മകനാ അവൻ. ആ ഷോക്കിൽ അവൻ്റെ മനസ്സിൻ്റെ താളം തെറ്റിപ്പോയി. അച്ഛനെ വലിയ ജീവനായിരുന്നു അവന്. ഇടയ്ക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വരുമ്പോൾ അവൻ വല്ലാതെ വയലൻ്റ് ആകും. എന്നാലും സ്നേഹത്തോടെ ഒന്ന് തൊട്ടാൽ ശാന്തനാകുന്ന കുട്ടിയാവൻ. അമ്മയുടെ വാക്കുകൾ കേട്ട് മീനു അമ്പരന്നു പോയി. ദേഷ്യം പതുക്കെ സഹതാപത്തിന് വഴിമാറി. ട്രെയിൻ വരുന്നതും അച്ഛൻ മകനെ രക്ഷിക്കുന്നതും മീനുവിൻ്റെ മനസ്സിൽ ഒരു ഭീകരമായ വിഷ്വലായി തെളിഞ്ഞു. എങ്കിലും അമ്മേ, ഇങ്ങനെയുള്ള ഒരാളുടെ അടുത്തേക്ക് അമ്മയെ ഇനിയും വിടാൻ എനിക്ക് പറ്റില്ല. ഇനിയും അയാൾ അമ്മയെ ഉപദ്രവിച്ചാലോ? നമുക്ക് ആ ജോലി വേണ്ട, വേറെ എവിടെയെങ്കിലും പോകാം. അത് പറ്റില്ല മോളെ. ആ വീട്ടുകാർ നമ്മളെ സഹായിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ 5 പേരുടെയും വിശപ്പടങ്ങുന്നത്. യദുക്കുട്ടന് എന്നെ വലിയ കാര്യമാ. ഇന്നലെ നടന്നതൊക്കെ അബദ്ധമാണ്. നാളെ എനിക്ക് ജോലിക്ക് പോയേ തീരൂ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മയുടെ വാശിക്ക് മുന്നിൽ മീനുവിനൊന്നും പറയാൻ കഴിഞ്ഞില്ല. അമ്മയോടുള്ള പേടിയും യദുവിനോടുള്ള സഹതാപവും അവളുടെ ഉള്ളിൽ ഒരുപോലെ നിറഞ്ഞു.
ഇതിനിടയിൽ ദാമോദരന് പണിക്കിടയിൽ ചെറിയൊരു അപകടം പറ്റി. അയാൾക്കിനി കഠിനമായ പണി ചെയ്യാൻ കഴിയില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ആ കുടുംബം പട്ടിണിയിലാകുമെന്ന് എല്ലാവരും കരുതി. ദിവസങ്ങൾ മാസങ്ങൾക്ക് വഴിമാറി. ആ കൊച്ചു വീട്ടിലെ ദാരിദ്ര്യം പെയ്തൊഴിയാത്ത ഒരു കർക്കിടക മഴ പോലെ അവരെ വേട്ടയാടിക്കൊണ്ടിരുന്നു. മീനു രാവിലെ മുതൽ രാത്രി വൈകുന്നതുവരെ തയ്യൽക്കടയിൽ പണിയെടുത്തു. അവളുടെ വിരലുകൾ തഴമ്പിച്ചെങ്കിലും കിട്ടുന്ന തുച്ഛമായ വരുമാനം ആ വലിയ കുടുംബത്തിന്റെ വിശപ്പടക്കാൻ പോലും തികയുമായിരുന്നില്ല. അതിനിടയിലാണ് ഇടുത്തി പോലെ അച്ഛൻ്റെ അസുഖം വീണ്ടും വർദ്ധിച്ചത്. അപകടത്തിന് ശേഷം അച്ഛൻ കിടപ്പിലായിട്ട് മാസങ്ങളായി. ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് അടിയന്തിരമായി ഒരു സർജറി വേണമെന്നാണ്. ലക്ഷങ്ങൾ വേണം ആ ശസ്ത്രക്രിയയ്ക്ക്. പക്ഷേ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത ആ കുടുംബത്തിന് ആ തുക ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒന്നായിരുന്നു. അച്ഛൻ്റെ ദയനീയമായ നോട്ടം മീനുവിൻ്റെ ഉള്ളിൽ നീർന്ന മുറിവായി മാറി. ഇളയ അനിയത്തി തൻ്റെ സ്കൂൾ ബാഗും കെട്ടിപ്പിടിച്ച് ഉമ്മറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. അവളുടെ കയ്യിൽ പരീക്ഷാ ഫീസ് അടയ്ക്കാനുള്ള നോട്ടീസുണ്ട്. ചേച്ചി, നാളെയാണ് ഫീസ് അടയ്ക്കാനുള്ള അവസാന ദിവസം. അടച്ചില്ലെങ്കിൽ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ലെന്ന് ടീച്ചർ പറഞ്ഞു. എല്ലാവരും ഫീസ് അടച്ചു കഴിഞ്ഞു ചേച്ചി. മീനു തയ്യൽ മെഷീൻ്റെ ചക്രം നിർത്തി ഒന്ന് ദീർഘനിശ്വാസം വിട്ടു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. അച്ഛൻ്റെ മരുന്നിനുള്ള പണം, അനിയത്തിയുടെ പഠനം, വീട്ടുചെലവുകൾ, ഉത്തരവാദിത്തങ്ങളുടെ ഭാരം ആ 30-കാരിയുടെ തോളിൽ ഒരു വലിയ മല പോലെ വന്നു പതിച്ചു. ആരോടും സഹായം ചോദിക്കാനില്ല. തൻ്റെ ജീവിതം ഒരിരിട്ടറയിൽ അകപ്പെട്ടതുപോലെ അവൾക്ക് തോന്നി. എങ്കിലും തോറ്റുകൊടുക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു. നേരം ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു. ജോലി കഴിഞ്ഞിറങ്ങാൻ നേരമാണ് ദേവിയമ്മ തൻ്റെ കയ്യിലുള്ള മുഷിഞ്ഞ പേഴ്സ് അമർത്തിപ്പിടിച്ചുകൊണ്ട് യശോദാമ്മയുടെ അടുത്തേക്ക് വന്നത്. അവരുടെ മുഖത്ത് വല്ലാത്തൊരു സങ്കടവും പേടിയുമുണ്ട്. ദേവിയമ്മ തപ്പിത്തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അമ്മേ, ഒരു കാര്യം ചോദിക്കാൻ വന്നതാ. ദാമോദരേട്ടൻ്റെ അസുഖം വല്ലാതെ കൂടിയിട്ടുണ്ട്. ശസ്ത്രക്രിയ ചെയ്തില്ലെങ്കിൽ പിന്നെ ഇളയ കുട്ടികളുടെ പരീക്ഷാ ഫീസും. എങ്ങനെയെങ്കിലും കുറച്ച് പണം കടമായി തരാൻ പറ്റുമോ? ശമ്പളത്തിൽ നിന്ന് കുറച്ചോളാം. യശോദാമ്മ കസേരയിൽ ചാരിയിരുന്ന് എന്തോ ഗൗരവമായി ആലോചിക്കുകയായിരുന്നു. ദേവിയമ്മയുടെ വാക്കുകൾ കേട്ടതും യശോദാമ്മ പതുക്കെ എഴുന്നേറ്റു അവരുടെ അടുത്തേക്ക് വന്നു. അവരുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. പണമാണോ ദേവി നിന്റെ പ്രശ്നം? അതൊക്കെ നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിനു മുൻപ് എനിക്ക് നിന്നോട് മറ്റൊരു കാര്യം ചോദിക്കാനുണ്ട്. നിന്റെ മകൾ മീനു, അവൾക്ക് ഇപ്പോൾ വിവാഹപ്രായമായില്ലേ? ആ ചോദ്യം കേട്ടതും ദേവിയമ്മ ഒന്ന് പരിഭ്രമിച്ചു. എന്തിനാണ് അവർ മീനുവിനെക്കുറിച്ച് തിരക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. അതെ അമ്മേ, പക്ഷേ ഇപ്പോൾ അച്ഛൻ്റെ അസുഖമൊക്കെ കഴിഞ്ഞു വേണം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ. എന്താ അമ്മ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചത്? യശോദാമ്മ ഇത് കേട്ട് ശാന്തമായി പറഞ്ഞു, മറ്റൊന്നുമല്ല, അന്ന് നിന്റെ മകൾ മീനു ഇവിടെ വന്നപ്പോൾ മുതൽ ഞാൻ അവളെ ശ്രദ്ധിക്കുകയായിരുന്നു. നല്ല സ്വഭാവം. എനിക്കറിയാം എൻ്റെ യദുവിൻ്റെ അവസ്ഥ. പക്ഷേ അവനെ പഴയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു പെണ്ണിന് കഴിയുമെങ്കിൽ അത് മീനുവിനായിരിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അതുകൊണ്ട് മീനുവിനെ എൻ്റെ യദുവിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ നിനക്ക് സമ്മതമാണോ? ആ വാക്കുകൾ കേട്ടതും ദേവിയമ്മ ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചുപോയി. ശ്വാസം പോലും വിടാൻ പറഞ്ഞ് അവർ തറഞ്ഞു നിന്നു. ലക്ഷക്കണക്കിന് രൂപ സർജറിക്കും മറ്റും വേണമെന്ന് കരുതി പണം ചോദിക്കാൻ വന്ന അവർക്ക് മുന്നിൽ തൻ്റെ മകളെ ഒരു മാനസികാഘാതത്തിൽ കഴിയുന്ന യുവാവിന് നൽകണമെന്ന ഈ നിർദ്ദേശം ഒരിടുത്തി പോലെയാണ് വന്നു വീണത്. അമ്മേ, ഇത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. യദുക്കുട്ടൻ അവന് പിന്നെ എൻ്റെ മകൾ. യശോദാമ്മ വീണ്ടും ശാന്തമായി പറഞ്ഞു തുടങ്ങി, എനിക്കറിയാം ദേവി നിന്റെ പേടി. ഒരമ്മ എന്ന നിലയിൽ നിനക്ക് വിഷമമുണ്ടാകും. പക്ഷേ മീനു ഈ വീട്ടിലെ മരുമകളായി വന്നാൽ നിന്റെ അച്ഛൻ്റെ ശസ്ത്രക്രിയയും മക്കളുടെ പഠനവും എല്ലാം ഈ വീട് ഏറ്റെടുക്കും. നിങ്ങൾ ഒരു കാലത്തും ഇനി ദാരിദ്ര്യം അനുഭവിക്കില്ല. നീ പോയി മീനുവിനോട് ചോദിക്ക്. അവളുടെ തീരുമാനം എന്താണെന്ന് എന്നോട് പറ. യശോദാമ്മയുടെ വാക്കുകൾ ദേവിയമ്മയുടെ ഉള്ളിൽ വലിയൊരു കൊടുങ്കാറ്റ് തന്നെ ഉണ്ടാക്കി. ഒരു വശത്ത് ചികിത്സയില്ലാതെ തളർന്നു കിടക്കുന്ന ഭർത്താവും പട്ടിണിയിലായ മക്കളും, മറുവശത്ത് ഒന്നും അറിയാത്ത തൻ്റെ മൂത്ത മകളുടെ ജീവിതം. മകളെ വിറ്റ് പണം വാങ്ങുന്നത് പോലെയാകുമോ ഇതെന്ന് അവർ ഭയന്നു. എങ്കിലും മുന്നിലുള്ളത് തൻ്റെ കുടുംബത്തിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ഒരേ ഒരു വഴിയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. രാത്രിയുടെ കനം തൂങ്ങിയ അന്തരീക്ഷം. മങ്ങിയ വെളിച്ചത്തിൽ ദാമോദരൻ കിതപ്പോടെ കിടക്കുകയാണ്. ദേവിയമ്മ അയാളുടെ അരികിലിരുന്ന് തേങ്ങിക്കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു. യശോദാമ്മ പറഞ്ഞത് കേട്ട് ഞാൻ തകർന്നുപോയി. നമ്മുടെ മീനുവിനെ അവരുടെ മകൻ യദുവിന് കല്യാണം കഴിച്ച് കൊടുക്കാമോ എന്നാണ് അവർ ചോദിക്കുന്നത്. പകരമായി നിങ്ങളുടെ ശസ്ത്രക്രിയയും
കുട്ടികളുടെ പഠനവും ഒക്കെ അവർ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. ആ കുട്ടിയുടെ അവസ്ഥ നമുക്കറിയാവുന്നതല്ലേ. എൻ്റെ മോളെ ഞാൻ എങ്ങനെ ആ ഇരുട്ടിലേക്ക് തള്ളിവിടും? ദാമോദരൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. അയാൾക്കൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും തൻ്റെ നിസ്സഹായാവസ്ഥ ആ മുഖത്ത് വ്യക്തമാണ്. ഇത് കേട്ട് അകത്തേക്ക് കയറി വന്ന മീനു ഭിത്തിയിൽ ചാരി തളർന്നു നിന്നു. അവളുടെ ലോകം തകിടം മറിയുന്നത് പോലെ അവൾക്ക് തോന്നി. അക്രമകാരിയായ ആ യുവാവിന്റെ ഭാര്യയായി കഴിയുക. മീനുവിന്റെ ഉള്ളിൽ ഭയം ഒരു മരവിപ്പായി പടർന്നു. ഈ നിർണായക നിമിഷത്തിൽ മീനു എന്ത് തീരുമാനമായിരിക്കും എടുക്കുന്നത്? ഈ കഥയുടെ തുടർഭാഗത്തിനായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. മിസ്സാകാതിരിക്കാൻ ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുകയും വേണം. Thank you for watching.